ഹായ് മക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖാണോ? സുഖമായിരിക്കട്ടെ. സുഖവും സമാധാനം സന്തോഷം എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വേറെന്തൊക്കെയാണ്? അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ആണ്, ജുമാക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കൊന്നും ഇടാനില്ല, എന്തെങ്കിലും വേണ്ട സംസാരിച്ച് ഇടാൻ വിചാരിച്ച്. പിന്നെ മഴ ഉണ്ടാകും അവിടെയൊക്കെ? ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് കേട്ടോ. ചുമരിടിഞ്ഞ് ഇന്നലൊക്കെ കേട്ടിട്ടുണ്ട്. മഴ കാറ്റടിച്ചിട്ടോ പിന്നെ ചുമര് പൊടിഞ്ഞിട്ട് രണ്ട് കുട്ടികൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയില്ല. റോഡരികിനല്ല, വീട്ടിൻ്റെ തൊട്ടടുത്ത്. ഇപ്പം ഉണ്ടായാലും കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാങ്ങ അത് ഇതൊക്കെ വിറ്റുകൊണ്ടിരിക്കൽ. അപ്പം അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്ത് പുതർന്നിട്ടേക്കും മേലേക്ക് ചുമരിടിഞ്ഞ് മേലേക്ക് വീണിട്ട് രണ്ട് മക്കളൊരു ആങ്ങളി പെങ്ങളും ഒപ്പരം മരിച്ചത് പറഞ്ഞേക്കണ. മക്കളെ പഠിച്ചവനെ എല്ലാവരും തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ കേൾക്കും കാണും ചെയ്യുമ്പോൾ വല്ലാതെ വിഷമമുണ്ട്. അതിനെക്കൊണ്ട് എല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, എല്ലാ മക്കളെയും കാത്ത് രക്ഷിക്കട്ടെ. എന്തോരം ബേജാറിക്കാൻ കേട്ടിട്ടെന്നറിയോ. പല പല അപകടം എല്ലായിടത്തിലുണ്ട്, എല്ലാത്തിനും ബേജാറ്. എന്നാലും ഈ കുഞ്ഞുമക്കൾ പാവം ഇത് കച്ചവടത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും 5-10 പൈസയൊക്കെ വിൽക്കണതായിരിക്കുമല്ലോ. ഒരു ₹2 വിൽക്കുന്നതായിരിക്കും മാങ്ങ അത് ഇതൊക്കെ വെച്ചുങ്ങാണ്ട്. ഇപ്പോൾ വല്ലാതെ സങ്കടം. അപ്പോൾ ഒന്ന് പറയാൻ വിചാരിച്ചപ്പോൾ എല്ലാവരും അങ്ങനത്തെ കുട്ടികൾ ആരെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ ചമ്മരൂത്തോ റോഡരികിനോ നിങ്ങൾ ഇരിക്കല് കേട്ടിട്ട് പേടിയാവണ്. അപ്പോൾ ഒന്ന് കുറച്ച് കണ്ടറിഞ്ഞ് സ്ഥലം അവനാനൊന്ന് കണ്ടുപിടിച്ച് കണ്ടറിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക. എന്താ ചെയ്യുക? അങ്ങനത്തെ ഓരോ അപകടങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത ബേജാറാണ്. അപ്പോൾ അത് കേട്ടപ്പോഴേ എനിക്കെന്തോന്ന് അറിയുന്നില്ല, വല്ലാത്തൊരു സങ്കടം പോലെ ഇന്നലെ കേട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇടാം. കുട്ടികൾക്ക് എല്ലാവർക്കും, ഏത് മക്കളായാലും വലിയവരായാലും എല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ ആയോ? എല്ലാം ആയി ഉണ്ടാവില്ല. ജുമ ഇറങ്ങി എല്ലാവരും വിളമ്പാനും തിന്നാനും ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മളിവിടെ ജുമ ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. ഞാൻ ഇപ്പോൾ 2 മണിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇത് ഞാൻ വർത്താനം പറയുന്നത്. കാരണം എൻ്റെ മൂപ്പര് പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ വേഗം കൂടെ ഒന്നും ഇങ്ങോട്ട് വരില്ല, ആക്കത്തിലൊക്കെ വരുള്ളൂ. എല്ലാ തൊഴിലും കാര്യമൊക്കെ കഴിഞ്ഞാലും പിന്നെ കുറേ ആൾക്കാരെ കാണാനും ആക്കാനൊക്കെ ഉണ്ട്. അവരോടൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ആക്കത്തിൽ വരുള്ളൂ. അപ്പോൾ പിന്നെ എന്തോ ഒരു മാതിരി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും പണിയെടുത്താൽ കണ്ണാട ഫുള്ളൊരു ഇത് വരും, എന്താ പറയുക, എണ്ണൻ്റെ ഇത് വരും. അപ്പോൾ അന്നേരം നമുക്ക് കണ്ണ് കാണൂല. അപ്പോഴത്തേന് എനിക്കൊരു ഫോണ് വന്ന്, ആ ഫോണ് സംസാരിക്കാൻ വേണ്ടി ഇന്ന് അങ്ങനെയൊക്കെയാണ് ഫോണ് വിശേഷം മക്കളെ. അങ്ങനെ നമ്മളെ വിദേശത്ത് ഒരുവിധം സംഭവങ്ങളൊക്കെ അടങ്ങി എന്നറിയും. പിന്നെ ഓരോരുത്തർ പൊന്തിക്കിന് അവിടെ ഇടുന്നു ഇവിടെ ഇടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. എല്ലാവരും എന്തായാലും നമ്മളെ വിദേശത്തായാലും ഇവിടെ ആയാലും അവിടെ ആയാലും എല്ലാവർക്കും എൻ്റെ ആങ്ങള അനിയത്തിമാർ ഭർത്താവ് മക്കൾ പേരക്കുട്ടികൾ മരുമക്കൾ എത്തിമക്കൾ പണ്ഡിതന്മാർ ഉസ്താദുമാർ യൂട്യൂബർമാർ കുറേ യൂട്യൂബർമാരുണ്ടല്ലോ. ദുബായിക്കാർ നമ്മളിവിടെ ഉള്ള എല്ലാ ജനങ്ങളും, എല്ലാ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും പഠിച്ചവൻ ആയുസ്സും ആരോഗ്യം ആഫിയത്തൊക്കെ തരട്ടെ, സന്തോഷം സമാധാനം തരട്ടെ. പിന്നെ ആയുസ്സുണ്ട്, നല്ല ആരോഗ്യത്തോടുള്ള ആയുസ് തരട്ടെ. ആയുസ്സുണ്ടായിട്ട് കാര്യമില്ലല്ലോ. എത്രയോ കഷ്ടപ്പെട്ട് ബേജാറായി കിടക്കുന്നുണ്ട്. എപ്പോഴും കിടപ്പിലുള്ളവരുണ്ട്. കിടപ്പിലുള്ളവരെല്ലാവരും അസുഖങ്ങളും അള്ളാഹു പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ ആവതും ആഫിയത്ത് സന്തോഷം സമാധാനം ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ. ഓരോരുത്തർ 2-3 കൊല്ലം നമ്മളെ വടിയുണ്ട് വട്ടത്തൊക്കെ വയ്യാത്തവർ പഠിച്ചോനെ എല്ലാവരും അസുഖവും അള്ളാഹു ഷിഫാക്കി കൊടുക്കട്ടെ. എന്തോ ബേജാറാണ് കാണാൻ പോകുമ്പോഴും കാണുമ്പോഴൊക്കെ വിഷമമാണ് ഭയങ്കരം. അപ്പോൾ അതുപോലെ ഇനി എത്രയോ ജനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും അസുഖം പഠിച്ചോ മാറ്റി കൊടുക്കട്ടെ എന്നുള്ള അവനോട് ഏത് നേരം പ്രാർത്ഥിക്കുന്നു. അതിലടക്ക് നിൽക്കുന്നു. നമ്മൾ യൂട്യൂബ് ഇടുകയാണെങ്കിലും ഇനി ലൈവിലിരിക്കുകയാണെങ്കിലും ഒക്കെ ആ ഒരു തേട്ടവും സംസാരം മാത്രമേ ഉള്ളൂ. അപ്പം എന്നെക്കൊണ്ട് എന്നെ സ്നേഹിക്കുന്നതെന്നല്ല കേട്ടോ, ലോകത്തിലെല്ലാവർക്കും സ്നേഹിക്കാത്തവർക്കായാലും സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു, സ്നേഹിക്കാത്തവരായിരിക്കും ഏതായാലും അസൂയക്കാരായാലും വേണ്ടിയില്ല. ഇന്ത്യ ഓരോ ലോകത്തിലെല്ലാവരും മനസ്സല്ലാവും നന്നാക്കി കൊടുക്കട്ടെ. ആമീൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരോട് വിഷമം വെറുപ്പൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വെറുപ്പോ കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട് നല്ല ജീവിതം നമുക്ക് തരട്ടെ. ചുമ്മാൻ്റെ കഴിഞ്ഞതിൻ്റെ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് പറയാണ്. എല്ലാവർക്കും ഈ ലോകം പരലോകം അള്ളാഹ് നന്നാക്കട്ടെ, നമ്മളെ മഗ്ഫിറത്ത് നന്നാക്കട്ടെ. മരണ സമയത്ത് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഈമാൻ കിട്ടി മരിക്കാൻ, അള്ളാഹിൻ്റെ റസൂലിനെ കണ്ട് ചിരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും വിധി കൂട്ടി തരട്ടെ മക്കളെ. പിന്നെ എല്ലാവരും ഉമ്മാനെ മറക്കരുത്.
ഉമ്മാൻ്റെ വരുന്നവരായാലും വരാത്തവരായാലും എൻ്റെ ഈ ഞാൻ ലിങ്ക് എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അത് കണ്ടാൽ എല്ലാവരും മക്കളെ ഈ വീഡിയോ കണ്ടാലും വേണ്ടില്ല, ഷോർട്ട് വീഡിയോ കണ്ടാലും വേണ്ടിയില്ല, ഉമ്മാനൊന്ന് സപ്പോർട്ട് ചെയ്യണം. പണ്ടൊക്കെ ഒരുപാടുണ്ട്, എനിക്ക് 300 ലൈക്ക് വരെ കിട്ടിയ ആളെ ഇനി ഞാൻ 10, 700, 1000, 1500 ആൾ വരെ നോക്കി നിൽക്കാൻ മുകളിൽ കയറിയിരിക്കുന്നു. എന്താണെന്നറിയില്ല, ഇപ്പം തീരെ കിട്ടണില്ല, കാരണം എന്താണെന്നറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശേഖരിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ആരും മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതിങ്ങനെ മുന്നോട്ട് പോവുള്ളൂ മക്കളെ. സപ്പോർട്ടും കാര്യമില്ല ഞാനിത് പിന്നാക്കം പോവും. അപ്പോൾ അതിനെക്കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം വല്ലാണ്ട് വയ്യോട്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുന്നൊക്കെ ഇപ്പോൾ ഒന്ന് കയറിങ്ങോട്ട് വന്നിനി, അപ്പോൾ ഇത് വീണ്ടും വയ്യോട്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കിയിടുന്ന തന്നെ ഇടുന്നത്, അപ്പോൾ അതാർക്കും ഇഷ്ടവും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇൻഷാല്ലാ പുറത്തൊക്കെ പോകാൻ എല്ലാവരും എൻ്റെ കൂട്ടുകുടുംബങ്ങളും നാത്തുമാരും വേറെയുള്ളവരും ആങ്ങളമാരൊക്കെ വിളിക്കുന്നുണ്ട്. ഭയങ്കര മടി പുറത്ത് പോകാൻ. എല്ലാവർക്കും ഇഷ്ടം അതാണ്, പുറത്ത് പോകണതും ആ വീഡിയോ പിടിക്കുന്നതും ഇതാവണൊക്കെ ഇഷ്ടം. ഞാനെന്താ ചെയ്യുക, ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുളൂ, അതെന്തെങ്കിലും ഇടുക കാക്കുക എന്നല്ലാണ്ട് ഭയങ്കര മടിയാണ് പുറത്ത് പോകാൻ. എന്നാലും വേണ്ടിയില്ല മക്കളെ, ഉമ്മാനാരും മറക്കല് വെറുക്കല്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടോ വരണ്ട്. ബായ്.